മരിയൻ പ്രതിഷ്ഠാ ധ്യാനം 32-ാം ദിവസം. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, യേശുവിനെ എല്ലാറ്റിലും ഉപരി സ്നേഹിക്കണം, അഥവാ യേശുവിനായി ദാഹിക്കണം. ഇതാണ് ഇന്ന് നാം ധ്യാനിക്കുന്ന വിഷയം. ക്രൈസ്തവ മാമോദീസ ഒരു മഹാസ്നേഹബന്ധത്തിലേക്കുള്ള പ്രവേശന ഉത്സവമായിട്ടാണ് വിശുദ്ധ ബൈബിൾ അവതരിപ്പിക്കുന്നത്. ആ ബന്ധത്തിൻ്റെ ആഴം വ്യക്തമാക്കാൻ അത് യേശുവുമായുള്ള വിവാഹം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ അത് വിശേഷിപ്പിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൻ്റെ 11-ാം അധ്യായം 2-ാം വാക്യം, നിർമ്മലയായ വധുവിനെ അവളുടെ ഭർത്താവിനെന്ന പോലെ ക്രിസ്തുവിന് നിങ്ങളെ നൽകേണ്ടതിന് ക്രിസ്തുവുമായുള്ള നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ ചെയ്തു. വിവാഹ നിശ്ചയം എന്ന വാക്കിന് ബൈബിളിൽ വിവാഹമെന്ന് തന്നെയാണ് അർത്ഥമെന്ന് നമുക്കറിയാമല്ലോ. യോസേപ്പ് പിതാവ് കന്യകാമറിയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവൾ പരിശുദ്ധാത്മാ ഗർഭിണിയായി കാണപ്പെട്ടപ്പോൾ യോസേപ്പ് പിതാവ് മറിയത്തെ ഡിവോഴ്സ് ചെയ്യുവാൻ ആഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ, വിവാഹം കഴിഞ്ഞു അല്ലായിരുന്നെങ്കിൽ ഡിവോഴ്സ് ചെയ്യേണ്ട ആവശ്യം വരികയില്ലായിരുന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയാൻ, നിർമ്മലയായ വധുവിനെ അവളുടെ ഭർത്താവിനെന്ന പോലെ നിങ്ങളെ ക്രിസ്തുവിന് നൽകേണ്ടതിന് ക്രിസ്തുവുമായുള്ള നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ ചെയ്തു കഴിഞ്ഞു. മാമോദീസ ഈശോ മിശിഹായും മനുഷ്യാത്മാവും തമ്മിലുള്ള യഥാർത്ഥ വിവാഹം ആയിട്ട് അപ്പോസ്തലൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. വിവാഹ കൂദാശ ആഘോഷ അവസരത്തിൽ പ്രതിശ്രുത വധുവിൻ്റെ പേര് വിളിച്ചുകൊണ്ട് അവളുടെ ഭർത്താവ് ആകാൻ പോകുന്ന വ്യക്തിയോട് സഭ ഒരു ചോദ്യം ചോദിക്കും. അതിങ്ങനെയാണ്: ഈ യുവതിയെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നിൻ്റെ ഭാര്യയായി സ്വീകരിക്കാൻ നീ തയ്യാറാണ്? അതുപോലെ മറിച്ചും ചോദിക്കും. വധുവിനോട് ഇതേ ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് വ്യക്തമായി അറിയാം. ദൈവം കഴിഞ്ഞാൽ എല്ലാവരെക്കാളും അധികമായി എൻ്റെ ഈ പങ്കാളി ഞാൻ സ്നേഹിക്കാൻ തയ്യാറാണ് എന്നാണ് ഉവ്വ് എന്നുത്തരം പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. എഫേസസ് ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൽ ആ തിരുവചനങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഈ നിൽക്കുന്ന യുവതിയെ നിൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നോ എന്ന് ഭർത്താവിനോട് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൻ്റെ അർത്ഥം ഇതാണ്: സ്വന്തം ശരീരം എന്ന പോലെ അവളെ സ്നേഹിക്കുവാൻ നീ തയ്യാറാണോ എന്നാണ്. അതുപോലെ വധുവിനോട് നിൻ്റെ ഭർത്താവായി ഇന്നയാളെ സ്വീകരിക്കുന്നുവെന്ന് ചോദിക്കുമ്പോൾ എഫേസസ് ലേഖനം 5, 22, 24 വാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ ചോദ്യം ഇതാണ്: ക്രിസ്തുവിന് വിധേയായിരിക്കുന്ന പോലെ സഭയുടെ ശിരസ് ക്രിസ്തുവായിരിക്കുന്ന പോലെ നിൻ്റെ ഭർത്താവിനെ ശിരസ്സായി നീ പരിഗണിക്കാൻ അത്രമാത്രം നീ സ്നേഹിക്കുന്നു എന്നാണ്. ഈ പശ്ചാത്തലത്തിൽ മാമോദീസായിൽ ഓരോ വ്യക്തിയും നടത്തുന്ന വാഗ്ദാനത്തിൻ്റെ അർത്ഥം നമുക്ക് വേഗത്തിൽ കൂടുതൽ വ്യക്തമാകും. മാമോദീസായിൽ 3 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിന് 3-നും ഉവ്വ് എന്നുത്തരം പറയുമ്പോഴാണ് മാമോദീസ നൽകാൻ പാടുള്ളൂ. അത് സർവപ്രധാനമായ ചോദ്യം ഇതാണ്: യേശുവിനെ നിൻ്റെ രക്ഷകനും നാഥനുമായി നീ സ്വീകരിക്കുന്നു? ആ ചോദ്യം പത്രോസിനോട് ഈശോ ചോദിച്ച അതേ ചോദ്യമാണ്. ഉദ്ധാനാനന്തരം തിബേരിയോസ് കടൽത്തീരത്ത് വെച്ച് പത്രോസോട് ഈശോ ചോദിച്ചു, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു? യേശുവിനെ നാഥൻ രക്ഷകനുമായി സ്വീകരിക്കുന്നു എന്ന് സഭ ജ്ഞാനസ്നാനാർത്ഥിയോട് ചോദിക്കുന്നത് ഇതേ ചോദ്യമാണ്: നീ നിൻ്റെ ജീവനേക്കാൾ പോലും അധികമായി യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു? ആദിമ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം മാമോദീസായും
രക്തസാക്ഷിത്വവും ഒന്നായിരുന്നു. മാമോദിസ മുങ്ങുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് രക്തസാക്ഷിയാകാൻ തയ്യാറെടുക്കുക എന്നായിരുന്നു. കാരണം ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിൽ മതമർദ്ദനകാലമായിരുന്നു. ക്രിസ്തുവിനെ സ്നേഹിക്കാൻ മാമോദീസ വഴി തീരുമാനമെടുത്ത മിക്കവാറും എല്ലാവരും തന്നെ ക്രിസ്തുവിന് വേണ്ടി ഇരുമ്പ് ചൂളയിൽ ജീവനോടെ ദഹിപ്പിക്കപ്പെട്ടു. തീപ്പന്തങ്ങളായി കത്തിയമർന്നു സിംഹങ്ങളാൽ ചവച്ചരയ്ക്കപ്പെട്ടു. അതുകൊണ്ടാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് മത്തായി 10:22 ഇങ്ങനെ പറഞ്ഞത്, എൻ്റെ നാമം മൂലം നിങ്ങൾ സർവരാലും ദ്വേഷിക്കപ്പെടും. യോഹന്നാൻ 16:2 അവർ നിങ്ങളെ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കും. നിങ്ങളെ കൊല്ലുന്ന യവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു. ക്രൈസ്തവ വിശ്വാസ ജീവിതം മറ്റ് മതവിശ്വാസക്കാരുടേതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന സർവപ്രധാന കാര്യം എന്താണെന്ന് വേദജ്ഞാനിയായ ബെനഡിക്റ്റ് 16-ാം പാപ്പ പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇതര മതസ്ഥർ മതാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ക്രൈസ്തവർ സ്നേഹിക്കുന്നതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നസ്രായനായ യേശു എന്ന വ്യക്തിയെ സ്നേഹിക്കുന്നതിന്. ക്രൈസ്തവ ജീവിതത്തിലും മതാനുഷ്ഠാനങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. പക്ഷേ അത് യേശുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ഉറവെടുക്കുന്നതാകുമ്പോൾ മാത്രം. യേശുവിനുള്ള സ്നേഹത്തെ പ്രതി യേശുവിനുള്ള സ്നേഹം പ്രകടിപ്പിക്കാനായിരിക്കണം ക്രൈസ്തവരുടെ മതാനുഷ്ഠാനങ്ങൾ. ഒരു പതിവ് ആചാരമെന്ന നിലയ്ക്കോ യാന്ത്രികമായൊരനുഷ്ഠാനം എന്ന നിലയ്ക്കോ ഞായറാഴ്ച കടം വീട്ടാൻ വേണ്ടിയോ ഇങ്ങേയറ്റം കാര്യസാധ്യത്തിനായോ ക്രൈസ്തവ മതാനുഷ്ഠാനം നിർവഹിക്കുമ്പോൾ അത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതല്ലാത്തതുകൊണ്ട് അവയുടെ അർത്ഥം തന്നെ നഷ്ടമാവുകയാണ്. അപ്പോൾ ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു യേശു ക്രിസ്തുവൻ വ്യക്തിയോടുള്ള സ്നേഹബന്ധമാണ്. ശിഷ്യത്വ ജീവിതത്തിൽ പത്രോസിന് ഗുരുതരമായി വീഴ്ച വന്നെങ്കിലും അവസാനം യേശുവിന് അറിയേണ്ടിയിരുന്ന ഒരൊറ്റ കാര്യമാണ് പത്രോസ് യേശുവിനെ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ എന്ന് മാത്രം. അതുകൊണ്ടാണ് ഈശോ ഈ ചോദ്യം അവസാനം ചോദിക്കുന്നത്, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 15-ാം വാക്യം. അത് ശിഷ്യത്വത്തിൻ്റെ ഏക വ്യവസ്ഥയായിരുന്നത് കൊണ്ടാണ് അതേ ചോദ്യം 2 തവണ കൂടി യേശു ആവർത്തിക്കുന്നതും അങ്ങനെ മൊത്തം 3 തവണ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് യേശു പത്രോസിനെ കൊണ്ട് പറയിപ്പിച്ചതും. ആ ഉത്തരത്തിൽ ഈശോ പൂർണ്ണമായും സംതൃപ്തനായതിനാലാണ് മറ്റു ചോദ്യങ്ങളൊന്നും തുറന്ന് ചോദിക്കാതെ എൻ്റെ ആടുകളെ മേയ്ക്കുക, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞ് ലോകത്തിലെ ഏറ്റവും പരമോന്നതമായ സ്ഥാനവും ഉത്തരവാദിത്വവും പത്രോസിനെ പരമേൽപ്പിച്ചത്. തുടർന്നുള്ള വാക്യങ്ങൾ കൂടെ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നീ എന്നെ സ്നേഹിക്കുന്ന ചോദ്യം യോഹന്നാൻ 21-15 ആരംഭിച്ച് 17 അവസാനിക്കുന്നുണ്ട്. അതിനുശേഷം ഈശോ പറയുകയാണ്, സത്യസത്യമായി 18-ാം വാക്യം, സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോകുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഇത് അവൻ പറഞ്ഞത് ഏത് വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കാനാണ്. അതിനുശേഷം യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക.
അതിനുശേഷം യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. വളരെ 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 ശ്രദ്ധേയമായ പ്രസ്താവനയാണിത്, ഈ എന്നെ അനുഗമിക്കുക എന്ന് ഈ സന്ദർഭത്തിൽ പറഞ്ഞത്. കാരണം ശിഷ്യത്വത്തിൻ്റെ തുടക്കത്തിൽ ഗലീലി കടത്തീരത്ത് വെച്ച് പത്രോസിനെ യേശു ആദ്യം വിളിച്ചപ്പോൾ പറഞ്ഞ വാക്കിത് തന്നെയായിരുന്നു, നീ എന്നെ അനുഗമിക്കുക. എന്നാൽ ഇപ്പോൾ ശിഷ്യത്വത്തിൻ്റെ ആ കാലം പൂർത്തിയാകുമ്പോൾ അതേ വാക്കാണ് പറയുന്നതെങ്കിലും വേറൊരർത്ഥം അതിനുണ്ട്. എന്താണ് അർത്ഥം? തൊട്ട് മുമ്പത്തെ വാക്യങ്ങളിലാണ് അർത്ഥം കിടക്കുന്നത്. അവൻ ഇത് പറഞ്ഞത് ഏത് വിധത്തിലുള്ള മരണത്താൽ പത്രോസെ ദൈവത്തെ മുഖത്തപ്പെടുത്തും എന്ന് സൂചിപ്പിക്കാനാണ്. അതിനുശേഷം യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. ചുരുക്കി പറഞ്ഞാൽ പാരമ്പര്യം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്, പത്രോസ് ക്രൂശിക്കപ്പെടുകയാണുണ്ടായത് ക്രിസ്തുവിന് വേണ്ടി. അതും കാലും മുകളിലും താഴെയുമായി. ക്രിസ്തുവിനെ ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ സ്നേഹിക്കുന്നു പത്രോസ് 3 പ്രാവശ്യം പറഞ്ഞതിൻ്റെ അർത്ഥം ക്രിസ്തുവിന് വേണ്ടി സന്തോഷത്തോടെ രക്തസാക്ഷിയാകാൻ തയ്യാറാണ് എന്നായിരുന്നു. അങ്ങനെ യേശുവിനോടുള്ള സ്നേഹം തെളിയിക്കണം എന്ന് തന്നെയാണ് അവസാനം നീ എന്നെ അനുഗമിക്കുക എന്ന് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രിയ സഹോദരി സഹോദരന്മാരെ, മരിയൻ പ്രതിഷ്ഠ പരിശുദ്ധ മറിയം വഴി നമ്മെ തന്നെ യേശുവിന് പൂർണ്ണമായും നൽകലാണ്. നമ്മുടെ ജീവിതം യേശുവിന് തീരെഴുതി കൊടുക്കലാണ്. പത്രോസിനെ പോലെ ജീവൻ കൊടുത്തു പോലും യേശുവിനെ സ്നേഹിക്കാനുള്ള ഉറച്ച തീരുമാനമെടുക്കലാണ്. നമ്മുടെ ക്രൈസ്തവ ജീവിതം, ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോൾ നമ്മളെ എങ്ങനെയാണ് വിലയിരുത്തുന്നതെന്ന് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ പറയുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതം അവസാനിക്കുമ്പോൾ അത് വിലയിരുത്തപ്പെടാൻ പോകുന്നത് ആ വ്യക്തിയുടെ സ്നേഹത്തെ ആസ്പദമാക്കിയാണെന്നാണ്. അതായത് ജ്ഞാനസ്നാനമേറ്റ നിമിഷം മുതൽ അന്ത്യശ്വാസം വലിക്കുന്നവരെയുള്ള സമയം നൽകപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിനെ എല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കാൻ വേണ്ടിയാണ്. അതിലെന്തുമാത്രം വിജയിച്ചു എന്നത് മാത്രമേ അവസാനം പരിഗണിക്കപ്പെടുകയുള്ളൂ. എന്നാൽ ഈ മരിയൻ പ്രതിഷ്ഠയോടുകൂടി ക്രിസ്തുവിനോടുള്ള അഗാധമായൊരു സ്നേഹത്തിലേക്ക് പ്രവേശിക്കുവാനും ക്രിസ്തുവിനുള്ള സ്നേഹത്തെ പ്രതി മാത്രം ജീവിതം അർപ്പിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ഈ ചിന്തകളോടെ ഇന്നത്തെ വിചിന്തനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിചിന്തനം: യേശുവിനായി ദാഹിക്കണം. കൊറിന്തോസ് 2 ലേഖനം 5 അധ്യായം 14-15 വാക്യങ്ങൾ. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. യേശുവിന് നമ്മോടുള്ള സ്നേഹത്തെപ്പറ്റി അഥവാ ദാഹത്തെപ്പറ്റി നാം ഇന്നലെ ധ്യാനിക്കുകയുണ്ടായി. നമുക്ക് അവിടുത്തോടുണ്ടാകേണ്ട സ്നേഹത്തെപ്പറ്റിയാണ് ഇന്ന് നാം വിചിന്തനം നടത്തുന്നത്. യേശുവിൽ വിശ്വസിക്കുക ക്രിസ്തീയ ജീവിതത്തിൻ്റെ സുപ്രധാനമായ നിയമം. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും സുപ്രധാന വ്യവസ്ഥ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നതാണ്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോസ്തലപ്രവൃത്തി 16:31. ഒരുവൻ ക്രിസ്ത്യാനി ആയിരിക്കാൻ യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കേണ്ടതുണ്ട് എന്ന് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 454 ഖണ്ഡികയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിൻ്റെ അവസാനത്തെ ഉപദേശങ്ങളിൽ ഒന്ന്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ, യോഹന്നാൻ 14:1 എന്നായിരുന്നു. വിശ്വസിക്കുക എന്നതിനർത്ഥം സ്നേഹിക്കുക. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 143 നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്: വിശ്വാസം വഴി മനുഷ്യൻ തൻ്റെ ബുദ്ധിയും മനസ്സും
പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്നു. സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ തൻ്റെ അസ്തിത്വം മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് പ്രത്യുത്തരം നൽകുന്നു. ഈ പ്രബോധനമനുസരിച്ച് വിശ്വാസം എന്നത് ഒരു വ്യക്തി തന്നെ സർവാത്മന യേശുവിന് നൽകലാണ്. അതായത് പൂർണ്ണ ഹൃദയത്തോടെ യേശുവിനെ സ്നേഹിക്കുക എന്നതാണ്. അസ്തിത്വം മുഴുവനും യേശുവിന് അടിയറ വയ്ക്കുക എന്നതാണ്. അത് സമ്പൂർണ്ണ ആത്മദാനമാണ്, യേശുവിനായി ദാഹിക്കലാണ്. വിവാഹത്തിലേതിനേക്കാൾ അഗാധമായ സ്നേഹബന്ധം. യേശുവുമായി അഗാധമായും വ്യക്തിപരമായുമുള്ള അടുപ്പമാണ് ക്രൈസ്തവ വിശ്വാസം. അതിനാൽ ശിഷ്യത്വ ജീവിതത്തെ വിശുദ്ധ പൗലോസ് കാണുന്നത് യേശുവുമായുള്ള വിവാഹബന്ധമായാണ്. കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൽ 2-ാം വാക്യം, നിർമ്മലയായ വധുവിനെ അവളുടെ ഭർത്താവിനെന്ന പോലെ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി. ഈ വചനത്തിൽ പൗലോസ് അപ്പസ്തോലൻ ക്രിസ്തുവും മനുഷ്യനും തമ്മിലുള്ള അത്യഗാധ സ്നേഹം വ്യക്തമാക്കാൻ ആ ബന്ധത്തെ വിവാഹത്തോട് ഉപമിക്കുകയാണ് ചെയ്യുന്നത്. തുലനം ചെയ്യാനാവാത്ത വിധം വിവാഹബന്ധത്തെക്കാളും പരകോടി അധികം അഗാധമാണ് മനുഷ്യാത്മാവും യേശുവും തമ്മിലുള്ള ബന്ധം. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് എന്ന് യേശു പറഞ്ഞതിലൂടെ ഇത് വ്യക്തമാണ്. തായ്മരവും ശാഖയും തമ്മിലുള്ള ബന്ധം സ്വാഭാവികവും ഒരിക്കലും വേർപെടുത്താനാവാത്തതുമാണ്. ക്രൈസ്തവനും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധവും ഇപ്രകാരം തന്നെ. ഈ ഭൂമിയിലെ ജീവിതകാലം മാത്രമല്ല, അതിനുശേഷവും നിത്യത മുഴുവനും നീണ്ടു നിൽക്കുന്ന ഒരു ഉടമ്പടി സ്നേഹബന്ധമാണ് ക്രൈസ്തവ വിശ്വാസം. ഇതാണ് മരിയൻ സമർപ്പണത്തിൻ്റെ അന്തസത്തയും. വരനെ പ്രതി സർവ്വതും ത്യജിക്കുന്ന വധുവിനെ പോലെ. മറിയത്തിന് സമ്പൂർണ്ണ സമർപ്പണം ചെയ്യാൻ ഒരുങ്ങുന്നത് നമ്മുടെ ജീവിതം ആകമാനം ഇക്കാരണത്താൽ തന്നെ മാറ്റത്തിന് വിധേയമാകണം. വിവാഹിതയാകുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതമാകമാനം വിവാഹ ദിവസം മുതൽ വ്യത്യാസപ്പെടുന്നത് പോലെയാണത്. അവളുടെ താമസ സ്ഥലം മാറുന്നു, ഭക്ഷണ രീതി മാറുന്നു, വിവിധ സാഹചര്യങ്ങൾ മാറുന്നു, അനുദിന സമയക്രമം മാറുന്നു, ഇടപഴകുന്ന വ്യക്തികൾ മാറുന്നു, ജീവിതത്തിലെ മുൻഗണനകൾ മാറുന്നു. എല്ലാ മാറ്റവും അവളുടെ ഭർത്താവിനെ കേന്ദ്രീകരിച്ചുമുള്ള മാറ്റമാണ്. ആ ഒരു വ്യക്തിയോടുള്ള ഉടമ്പടി സ്നേഹമാണ് സർവ്വതും മാറ്റിമറിച്ചത്. ആ സ്നേഹത്തിന് അവൾ കൊടുത്ത വിലയാണ് ജീവിതത്തിൽ വരുത്തിയ എല്ലാ മാറ്റങ്ങളും തന്നെ. ചില സംസ്കാരങ്ങളിൽ സമാധാനപൂർവമായ ദാമ്പത്യ ജീവിതം നയിക്കാനായി വരൻ തൻ്റെ വധുവിന് വേണ്ടി അതേ ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നു. ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായി ഉണ്ടായിരുന്നതെല്ലാം പെട്ടെന്ന് മാറ്റുക അഥവാ ഉപേക്ഷിക്കുക എന്നത് വളരെ വേദനാജനകമാണ്. ജനിച്ചു വളർന്ന വീട്, ജീവിച്ച് തഴങ്ങിയ ശീലങ്ങൾ, നാളുകളായി പരിചയിച്ച പതിവുകൾ, ഇതൊക്കെ പെട്ടെന്ന് ഉപേക്ഷിക്കുക ഏറെ ത്യാഗം ആവശ്യമുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഭർത്താവിനോടുള്ള സ്നേഹം എന്ന ഒറ്റ കാര്യം ആ വേദനകളും ക്ലേശങ്ങളുമെല്ലാം മധുരമായി മാറുന്നു. ഇതുപോലെ തന്നെ യേശുവിന് എന്നോടുള്ള സ്നേഹവും ദാഹം ഞാൻ അറിയുന്നതോടെ ഞാൻ എൻ്റെ യേശുവിനായി സന്തോഷപൂർവ്വം എൻ്റെ എല്ലാ ഇഷ്ടങ്ങളും ഉപേക്ഷിക്കാൻ പ്രാപ്തമായി തീരുകയാണ് ചെയ്യുന്നത്. സ്വർഗീയ വരന് വേണ്ടി അവിടുത്തെ വധുവായി ഞാൻ ഉപേക്ഷിക്കേണ്ടവ ഏതെല്ലാം? യേശുവോടുള്ള സ്നേഹത്തെ പ്രതി ഉപേക്ഷിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം പാപസന്തോഷങ്ങളാണ്. കാരണം അവ നാം തിരഞ്ഞെടുക്കുമ്പോൾ നാം യേശുവിനെ കുരിശിൽ തറയ്ക്കുകയാണ് ചെയ്യുന്നതെന്ന് ഹെബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ 4 മുതൽ 6 വരെ വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. തിരുസഭയുടെ മതബോധന ഗ്രന്ഥം 1850 പഠിപ്പിക്കുന്നത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന് എതിരായി പാപം തന്നെ പ്രതിഷ്ഠിക്കുകയും അതിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ അകറ്റുകയും ചെയ്യുന്നു എന്നാണ്.
രണ്ടാമതായി ഉപേക്ഷിക്കേണ്ടത് പാപ കാരണങ്ങൾ അഥവാ പാപഹേതുക്കളാണ്. പാപ കാരണങ്ങൾ ഉപേക്ഷിക്കാതിരിക്കുന്നത് പാപം വീണ്ടും ചെയ്യുമെന്ന ഉറച്ച തീരുമാനത്തിൻ്റെ തെളിവാണ്. പ്രണയബന്ധങ്ങൾ, ചീത്ത കൂട്ടുകെട്ടുകൾ, തിന്മയ്ക്ക് കാരണമായ ഗ്യാങ്ങുകൾ, പാപകാരണമാകുന്ന കൂട്ടുകെട്ടുകൾ, സാഹചര്യങ്ങൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ, വസ്ത്രങ്ങൾ, തൊഴിലുകൾ, ബിസിനസ് എന്നിവ എല്ലാം, അതുപോലെ തന്നെ തിന്മയ്ക്ക് ഉപയോഗപ്പെടുത്താറുള്ള ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ നവീന സാമൂഹിക മാധ്യമങ്ങൾ, ഇവ മനുഷ്യൻ്റെ പരമലക്ഷ്യവും സൗഭാഗ്യവുമായ ദൈവത്തിൽ നിന്ന് അവിടത്തേക്കാൾ താണ ഒരു സന്തോഷത്തെ കൂടുതൽ ഇഷ്ടപ്പെടുക വഴി അകറ്റുന്നു. മൂന്നാമതായി ഉപേക്ഷിക്കേണ്ടത് ലൗകിക ജീവിത രീതിയാണ്, വേൾഡ്ലി ലൈഫ്. റോമാലേഖനം 12:2 നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഈ ഉപദേശം വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കാരണം ദൈവത്തിനും ദൈവിക മൂല്യങ്ങൾക്കും ഒരു സ്ഥാനവും നൽകാത്ത ജീവിതശൈലിയുടെ സ്വാധീനം ഇന്ന് വളരെ ശക്തമാണ്. യേശുവിനെ ഹൃദയത്തിൽ കർത്താവായി പൂജിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൻ്റെ ജീവിതശൈലികൾ ഒരിക്കലും അനുയോജ്യമല്ല. എല്ലാവരെയും പോലെ ആകാനുള്ള പ്രലോഭനം ചെറുക്കുന്നതിൽ മുൻപിൽ നിൽക്കേണ്ടവരാണ് ക്രൈസ്തവർ. യേശുവിനെ പോലെ ആകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാം. ആഡംബരവും സുഖലോലുപതയും ധൂർത്തും പ്രദർശന മനോഭാവവും യേശു ശിഷ്യന് ഒട്ടും ചേർന്നതല്ലാത്തതിനാൽ അവ വെടിഞ്ഞ് എളിമയും ലാളിത്യവും നാം സ്വന്തമാക്കണം. യേശുവിനുള്ള സ്നേഹബന്ധത്തിൽ ഇപ്പോഴുള്ളതിനേക്കാൾ വളരെ അധികം നാം വളരേണ്ടതുണ്ട്. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്നതായിരുന്നു യേശുവിനോട് അപ്പസ്തോലന്മാർക്കുണ്ടായിരുന്ന മുഖ്യ പ്രാർത്ഥന. ലൂക്കാ 17:5 രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുവുമായുള്ള സ്നേഹബന്ധത്തിലെ വളർച്ച അവർ എത്രമാത്രം വിലമതിച്ചിരുന്നു എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇടയ്ക്ക് അവർക്ക് തളർച്ചയുണ്ടായെങ്കിലും അവരുടെ സ്നേഹം അടിക്കടി വളർന്നു വന്നിരുന്നു. നാഥന് വേണ്ടി മരിക്കാൻ തക്ക പൂർണ്ണ സ്നേഹത്തിലേക്ക് അവരെല്ലാവരും ഉയരുകയും ചെയ്തു. സമ്പൂർണ്ണ മരിയൻ സമർപ്പണത്തോടെ യേശുവുമായുള്ള വിവാഹം നടക്കുകയാണ്. തുടർന്നുള്ള ഓരോ ദിവസവും ആ സ്നേഹത്തിൽ വളരാൻ ദാഹാർത്തിയോടെ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. എത്ര വളർന്നാലും പരിധിയിൽ എത്തുകയില്ല എന്ന് നാം മറക്കരുത്. പരിശുദ്ധ മറിയം ഏറ്റവും വലിയ മാതൃക. പരിശുദ്ധ മറിയത്തിൻ്റെ വിശ്വാസമാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും പരമോന്നത മാതൃക. കാരണം യേശുവിനോട് മറിയത്തിനുണ്ടായിരുന്നിടത്തുള്ള സ്നേഹം മറ്റാർക്കും ഒരിക്കലും ഉണ്ടായിട്ടില്ല. യേശുവിന് വേണ്ടിയും അവിടുത്തെ ദൗത്യത്തിന് വേണ്ടിയും മാത്രമായി അവളുടെ ജീവിതം മുഴുവനും വ്യയം ചെയ്തു. മരിയൻ സമർപ്പണം യേശുവിനെ സ്നേഹിക്കാനുള്ള ഉത്തമ മാർഗം. മരിയൻ സമർപ്പണത്തോടെ ദൈവമാതാവുമായുള്ള ആഴമേറിയ സ്നേഹബന്ധത്തിലേക്ക് നാം പ്രവേശിക്കുന്നതോടെ സ്വാഭാവികമായി യേശുവുമായും നാം ഗാഢബന്ധത്തിലാകും. കാരണം യേശുവും മറിയവും തമ്മിൽ വേർതിരിക്കാനാവാത്ത സ്നേഹബന്ധമാണുള്ളത്. മാത്രമല്ല, യേശുവിൽ നാം എത്തിച്ചേരാനും അവിടുത്തെ ഒന്നായി തീരാനും മറിയം അതിയായി ആഗ്രഹിക്കുന്നു. മിസ്റ്റർ ലൂയി ഡി മോൺഫോർട്ട് ഇങ്ങനെ പറയുന്നുണ്ട്: ക്രിസ്തുനാഥൻ്റെ പക്കലേക്ക് പോകാൻ നിങ്ങളൊരു പുതിയ മാർഗം തുറന്നു വന്നിരിക്കട്ടെ. വിശുദ്ധരുടെ എല്ലാ യോഗ്യതകളും നിരത്തിയതും അവരുടെ വീരോചിതമായ സുഗന്ധങ്ങളാൽ അലങ്കൃതവും മാലാഖമാരുടെ പ്രഭ കൊണ്ട് ശോഭനവും സുന്ദരവും രമ്യവുമായൊരു പാത. അതിലെ സഞ്ചരിക്കുന്നവരെ നയിക്കാനും രക്ഷിക്കാനും താങ്ങാനും അകമ്പടി സേവിക്കാനും എല്ലാ മാലാഖമാരും പുണ്യവാന്മാരും ആ വഴിയിൽ ഉണ്ടെന്നും കരുതുക. ഞാൻ 1000 പ്രാവശ്യം ആണയിട്ട് തറപ്പിച്ച് പറയുന്നു, അത്ര ഉത്തമമായ ആ മാർഗം ഉപേക്ഷിച്ച്
മറിയത്തിൻ്റെ വിമല മാർഗമേ ഞാൻ തിരഞ്ഞെടുക്കുകയുള്ളൂ. സ്നേഹരൂപനായ ഈശോ മഹത്വത്തോടെ ഭൂമിയെ ഭരിക്കാൻ വീണ്ടും വരുമ്പോൾ മറിയത്തിൻ്റെ മാർഗമേ തിരഞ്ഞെടുക്കുകയുള്ളൂ. അവളെയാണല്ലോ ഏറ്റവും ശ്രേഷ്ഠമായ ആദ്യത്തെ വരവിന് അവിടുന്ന് തിരഞ്ഞെടുത്തത്. ആദ്യത്തെയും അവസാനത്തെയും വരവുകൾ തമ്മിൽ ഒന്നേയുള്ള വ്യത്യാസം. യഥാർത്ഥ മരിയഭക്തി 158 ഖണ്ഡിക. മരിയൻ പ്രതിഷ്ഠ നാം നടത്തുന്നതോടെ പരിശുദ്ധ മാതാവ് നമ്മെ കരം പിടിച്ച് നയിക്കും. അമ്മ തന്നെ യേശുവിനുള്ള സ്നേഹത്തിൻ്റെ ഓരോരോ ചുവടുകളും ചവിട്ടിക്കയറാൻ നമ്മെ സഹായിക്കും. യേശു സ്നേഹത്താൽ മുറ്റിയ അവളുടെ ഹൃദയം നമുക്ക് വായ്പ തരും. ആ വിമല ഹൃദയത്തിൽ പ്രവേശിച്ച് മറിയത്തിൻ്റെ തീവ്രതയുള്ള സ്നേഹത്താൽ തന്നെ യേശുവിനെ സ്നേഹിക്കാൻ നമുക്കാവും. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ യഥാർത്ഥ മരിയഭക്തി എന്ന ഗ്രന്ഥത്തിലെ 68 ഖണ്ഡികയിൽ നിന്നുള്ള വായന. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നാം നമ്മുടെ സ്വന്തമല്ല, ക്രിസ്തുവിൻ്റേതാണ്. അവിടുത്തെ ഭൗതിക ശരീരത്തിലെ അംഗങ്ങളും അടിമകളുമായ നമ്മെ അനന്തമായി വില കൊടുത്താണ് അവിടുന്ന് സ്വന്തമാക്കിയത്. ജ്ഞാനസ്നാനത്തിന് മുൻപ് നാം പിശാചിൻ്റെ അടിമകളായിരുന്നു. എന്നാൽ മാമോദിസ നമ്മെ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ അടിമകളാക്കി. അതുകൊണ്ട് നാം ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നെങ്കിൽ ദൈവത്തിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കാൻ ആയിരിക്കട്ടെ. നമ്മുടെ ശരീരത്തിൽ അവിടുന്ന് ഭരണം നടത്തട്ടെ. എന്തെന്നാൽ നാം അവിടുത്തെ സമ്പാദ്യവും പിന്തുടർച്ചാ അവകാശികളുമാണ്. നമ്മിൽ നിന്ന് ഫലം ലഭിക്കാൻ ക്രിസ്തുനാഥൻ ആഗ്രഹിക്കുന്നു. അയോഗ്യരായ ഈ അടിമകളുടെ നല്ല പ്രവൃത്തികൾ അവിടത്തേക്ക് മാത്രമുള്ളതാണ്. വിശുദ്ധ അപ്പസ്തോലൻ പറയുന്നത് കേട്ടാലും നാം സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. എഫേസ്യസ് 2:10. പരിശുദ്ധാത്മാവിൻ്റെ ഈ വാക്കുകൾ നമ്മെ അനുസ്മരിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതായത് ക്രിസ്തുവാണ് നമ്മുടെ സകല സൽകൃത്യങ്ങളുടെയും ഏക ആരംഭവും അന്ത്യവും. കൂലിക്കായി ജോലി ചെയ്യുന്ന വേലക്കാരെ പോലെയല്ല, സ്നേഹനിമിത്തം അടിമകളായവരെ പോലെ വേണം നാം അവിടുത്തെ ശുശ്രൂഷിക്കാൻ. ബൈബിൾ വായന. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പ്രതി ഉള്ള സ്നേഹത്താൽ യേശുക്രിസ്തുവിനെ പ്രതിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയത്രേ. എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതിയല്ല ഉള്ളത്, പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ്. അതായത് വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതി. അത് അവനെയും അവൻ്റെ പുനരുദ്ധാന ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവൻ്റെ മരണത്തോട് താതാത്മ്യപ്പെടുന്നതിനും വേണ്ടിയാണ്. അങ്ങനെ മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പ് പ്രാപിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല. ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ്. യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. സഹോദരരെ, ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുൻപിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. യേശുക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു. പ്രാർത്ഥന. കർത്താവായ യേശുവേ, എൻ്റെ ജീവിത സാഫല്യം അടങ്ങിയിരിക്കുന്നത് അങ്ങയെ സ്നേഹിക്കുന്നതിലാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അങ്ങ് എനിക്ക് വേണ്ടി ദാഹിക്കുന്നുവെന്ന് സത്യം, അങ്ങനെ സ്നേഹിക്കുന്നുവെന്ന് തിരിച്ചറിവ്, എല്ലാ പാപങ്ങളും അങ്ങേക്ക് വേണ്ടി ഉപേക്ഷിച്ച്
അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ എന്നെ ഉത്തേജിപ്പിക്കട്ടെ. അങ്ങെന്നെ സ്വന്തമാക്കിയ പോലെ ഞാൻ അങ്ങയെ സ്വന്തമാക്കാനുള്ള കൃപ എനിക്ക് തരണമേ. അങ്ങയ്ക്ക് എന്നോടുള്ള സ്നേഹം പോലെയുള്ള ഒരു സ്നേഹം അങ്ങയുടെ നേർക്കെന്നിലുണ്ടാകുവാൻ കനിയണമേ. എനിക്ക് ജീവിക്കുക എന്നത് ക്രിസ്തുവും മരിക്കുക എന്നത് നേട്ടവും ആകാനിടയാക്കണമേ. പരിശുദ്ധ മാതാവേ, നിൻ്റെ വിമല ഹൃദയത്തിൻ്റെ സ്നേഹമായിപ്പോലെ ഈശോനാഥനെ സ്നേഹിക്കാൻ എന്നെ സഹായിച്ചാലും. ആമേൻ. സൽകൃത്യം 30 മിനിറ്റെങ്കിലും യേശുവുമായുള്ള സൗഹൃദ സംഭാഷണത്തിനായി മാറ്റിവെക്കുക.